സുഹൈൽ, ഗുഡ് മോർണിംഗ്. സാധാരണ ഗസയുടെ കാര്യം പറയുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങാനൊക്കെ ഒരു മാനസിക പ്രയാസം. പക്ഷെ ഇപ്പോൾ നമുക്ക് ശരിക്കും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഗസയുടെ കാര്യം സംസാരിച്ചു തുടങ്ങാം. എന്താണ് സുഹൈൽ ഇപ്പോൾ ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബന്ദി കൈമാറ്റം കൃത്യമായൊരു സമയം, കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിഷ്വലി എത്തിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഇക്കുറി ഉണ്ടാകാൻ ഇടയുണ്ടോ? അപ്പോൾ ഈ ബന്ദി കൈമാറ്റത്തിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സൈഫുൽ ജിൽസി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗസയിൽ എങ്ങും ആഹ്ലാദത്തിന്റെയും അതേപോലെ തന്നെ അതിജീവനത്തിന്റെ ഒരു ആഘോഷം തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ്. രാത്രിയും പകലും ഒന്നും വ്യത്യാസമില്ലാതെ ആളുകളെല്ലാം സന്തോഷിക്കുന്നു. അവരുടെ കുക്കീസ് വിഭവം പരസ്പരം കൈമാറുന്നു. കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന ആളുകൾ അവർ പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ സങ്കടകരമായ കാഴ്ചകൾ, അവർ തങ്ങളുടെ ഇടത്തിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ വീടില്ല, അതേപോലെ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട കളിസ്ഥലങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ഉറ്റ ബന്ധുക്കൾ, അവരെല്ലാവരും നഷ്ടപ്പെട്ടതിന്റെ വേദനകൾ, ഇതെല്ലാം ഒരു ഭാഗത്തുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ചില സംഭവ വികാസങ്ങൾ. അത് ഈ ഒരു വെടിനിർത്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളായിരിക്കും. അതിലൊന്ന് ബന്ദിമോചനം തന്നെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് 2 വർഷമായി അവർക്ക് കാണാതായ, എവിടെയാണ് എന്ന് പോലും ഇസ്രായേലിനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ബന്ദികളിൽ ആ ബന്ദികളുടെ കൈമാറ്റം നടക്കുകയാണ്. അതിൽ 20 പേർ ജീവിച്ചിരിക്കുന്നവരാണ്. അവരെ ആയിരിക്കും നാളെ മോചിപ്പിക്കുക. ഈ ഒരു നിബന്ധനയിൽ തന്നെ, ആദ്യഘട്ട വെടിനിർത്തലിന്റെ നിബന്ധനകളിൽ തന്നെ പറയുന്നുണ്ട് അത് വലിയ പരേതായി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രഖ്യാപനമായി അത് നടത്തരുത് എന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കഴിഞ്ഞ 2 വെടിനിർത്തലിലും കണ്ടതുപോലെയുള്ള വലിയ ചടങ്ങുകളോ അല്ലെങ്കിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളോ ഒന്നും ഇല്ലാതെ ആയിരിക്കണം ഈ ഒരു ബന്ദി കൈമാറ്റം എന്ന് അവർ പറയുന്നുണ്ട്. അതങ്ങനെ തന്നെയായിരിക്കും ഹമാസ് ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെഡ് ക്രോസിന്റെ പ്രവർത്തകർക്ക് ഹമാസ് ഇവരെ കൈമാറുക മാത്രമാണ് ചെയ്യുക. അതേപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദിന്റെ പക്കലും ചില ബന്ദികളുണ്ട്. ഈ 2 സംഘടനകളും ആ ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറുകയാണ് ചെയ്യുക. അതോടൊപ്പം നാളെ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈജിപ്തിൽ നടക്കുന്ന, കൈറോയിൽ നടക്കുന്ന ഈ വെടിനിർത്തൽ കരാറിന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമായിരിക്കും. അതൊരു സിംബോളിക് പ്രഖ്യാപനമാണ്. അതിൽ ഹമാസോ ഇസ്രായേലോ പങ്കെടുക്കുന്നില്ല. മറിച്ച് ഈ 2 വിഭാഗത്തെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അമേരിക്കയും അതേപോലെ തന്നെ മറുഭാഗത്ത് ഖത്തറും ഈജിപ്തും തുർക്കിയും ആയിരിക്കും ഈ ഒരു ബന്ദി കൈമാറ്റ ദൃശ്യങ്ങളിൽ ഈ ഒരു വെടിനിർത്തൽ കരാർ സിംബോളിക് പ്രഖ്യാപനത്തിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായിരിക്കും ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തുണ്ടാവുക എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UK-യുടെയും ഇറ്റലിയുടെയും ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും എല്ലാ നേതാക്കൾ അവിടെ പങ്കെടുക്കും. UN സെക്രട്ടറി ജനറൽ ആന്റണി ഗുട്ടറസും എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആദ്യഘട്ട സമാധാന കരാറിൽ നമുക്കറിയാം ഇപ്പോൾ നടപ്പായിരിക്കുന്നത് സേനാ പിന്മാറ്റം, അതുപോലെ തന്നെ വെടിനിർത്തലൊക്കെയാണ്. അപ്പോൾ ഈ 2ാം ഘട്ട ചർച്ചകളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതൊക്കെ ഒരു ശാശ്വത സമാധാനത്തിലേക്കുള്ള ഒരു പ്രോസസ്സാണല്ലോ. അപ്പോൾ ഈ 2ാം ഘട്ട ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി ഊന്നൽ കൊടുക്കുക എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും? 2ാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത് ഒന്ന് ഹമാസിന്റെ നിരായുധീകരണം എന്നുള്ളതാണ്. 2ാമത്തെ ഒരു കാര്യം ഗസയുടെ പുനർനിർമ്മാണം എന്നുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ വരുന്നത്. ഈ 2 വിഷയത്തിലും ഹമാസിന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബന്ദികളെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഹമാസിനെ പരിഗണിക്കാതെയും മുന്നോട്ട് പോകും എന്ന തരത്തിലുള്ള ചില സൂചനകളുള്ള ചില വാക്യങ്ങൾ ട്രംപിന്റെ 20 ദിന പദ്ധതികളിലുണ്ട്. അതായത് ബന്ദികളെ വിട്ട് നൽകുന്നിടത്ത് മാത്രമാണ് ഹമാസ് പ്രസക്തമാകുന്നത്. അതിനുശേഷം ഹമാസ് നിരായുധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ മറ്റു ചില സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഹമാസിനെ നിരായുധീകരിക്കുകയും അവിടെ ഒരു ഭരണക്രമം ഉണ്ടാക്കുകയും ചെയ്യും എന്നെല്ലാം വ്യംഗ്യമായി സൂചിപ്പിക്കുന്നതാണ് ട്രംപിന്റെ 20 ദിന പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബന്ദികളെ വിട്ട് നൽകിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും 20 ജീവനോടെയുള്ള ബന്ദികൾക്ക് ശേഷം 28 മൃതദേഹം കൂടി കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് ഗസയുടെ പുനർനിർമ്മാണം എന്ന പേരിൽ ഒരു ടെക്നോക്രാറ്റ് സംഘത്തെ അങ്ങോട്ട് അമേരിക്കയും അതേപോലെ തന്നെ പാശ്ചാത്യ ശക്തികളും ഇറക്കുമോ എന്നുള്ള സ്വാഭാവികമായ ചർച്ചകളുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ, മധ്യസ്ഥ റോളിലുള്ള ആളുകൾക്ക് പോലും ഹമാസിനെ മാറ്റി അവിടെ മറ്റൊരു ഭരണക്രമം ഉണ്ടാകുന്നതിൽ പ്രശ്നമില്ല എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ ബന്ദി കൈമാറ്റം നടന്ന ഉടനെ വളരെ പെട്ടെന്നൊന്നും അക്കാര്യത്തിൽ തീരുമാനമാകില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഹമാസിന്റെ നിരായുധീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് മറ്റു ചില ശക്തികളെ ഇറക്കാനുള്ള സാധ്യത